സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഇന്ന് ആരംഭിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനെ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ഇതിനു മുമ്പ് ഇവിടെ സംസാരിച്ച CP മുഹമ്മദ്, അദ്ദേഹം ഇന്നത്തെ ഈ സാഹചര്യത്തെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചുമെല്ലാം വിശദമായി സംസാരിക്കുകയുണ്ടായി. കുറേയധികം തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അഭിമുഖീകരിച്ച ആളുകളാണ് നാം എല്ലാവരും. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ വിഭിന്നമായ വളരെയധികം പ്രാധാന്യമുള്ള, വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ നമുക്ക് നേരിടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആളുകൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. അദ്ദേഹവും ഇവിടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ LDF ഭരണത്തിൽ പങ്കാളിയായിക്കൊണ്ട് ഇവിടെ നിന്ന ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ ചരിത്രം ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക്, മുസ്ലിം ലീഗിലേക്ക് വരിക എന്നത് നമ്മുടെ ഒരു അഭിലാഷമായി. അദ്ദേഹവും അത് പ്രതീക്ഷിക്കുകയായിരുന്നു. അദ്ദേഹം മാത്രമല്ല, ആ പാർട്ടിയിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വന്ന ധാരാളം ആളുകളെ സംബന്ധിച്ചും അവർക്ക് ആ പാർട്ടിയിലുണ്ടായ പീഡനങ്ങളെ സംബന്ധിച്ചും മർദ്ദനങ്ങളെ സംബന്ധിച്ചും എല്ലാം തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്. അവർ ഈ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുർഭരണമാണ് ഈ LDF ഭരണം ഇവിടെ കാഴ്ചവെച്ചത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഏതൊരു ഗവൺമെന്റ് ആര് തന്നെ ഭരിച്ചാലും ഇവിടെയുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്ന് ഉപകാരപ്രദമായ ഒരു ഭരണത്തെയാണ്. എന്നാൽ അവരുടെ അജണ്ടയിൽ വികസനം എന്നുള്ള ഒരു അജണ്ടയില്ലാത്ത ഒരു ഭരണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി ഉണ്ടെങ്കിൽ അത് CPM മാത്രമാണ് എന്ന് ധാരാളം തവണ അവർ തെളിയിച്ച കാര്യങ്ങളാണ്. അവരെവിടെയെല്ലാം ഭരിക്കുന്നവോ അവിടേക്കെല്ലാം നോക്കുമ്പോൾ ഒരു വികസനവും അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് സ്വയം സമ്മതിച്ച് ഇവിടെ ഈ കേരളത്തിന്റെ എല്ലാ മധ്യത്തിലെയും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലുള്ളപ്പോൾ റോഡിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ വ്യവസായത്തിന്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ മുഴുവനും അട്ടിമറിച്ച, തകർത്ത, ഈ രാജ്യത്തിന്റെ തന്നെ ആ പേരിനെ പോലും ഇന്ന് മോശമാക്കിയ ഒരു പാർട്ടിയായി, ഭരണമായി ഈ ഭരണം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പിലും അവർക്കെതിരായ ഒരു വിധി ഇവിടെ ഉണ്ടായത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇനിയും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ ഏപ്രിൽ 13-ാം തീയതി ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. മെയ് 13-ാം തീയതി അത് എണ്ണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന് എതിരെയുള്ള ഒരു വിധിയെഴുത്ത് ഇവിടെ നടക്കാനിരിക്കുകയാണ് എന്ന കാര്യം തീർച്ചയാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. VS മത്സരിക്കട്ടെ അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കട്ടെ, അതൊന്നും നമുക്കൊന്നുമല്ല. ഏതെയായിട്ടും മത്സരിച്ചാലും ഇല്ലെങ്കിലും UDF ഒരു ചരിത്ര വിജയം തന്നെ ഇവിടെ നേടുമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മഞ്ഞളാംകുഴി അലിയെ വളരെ ഭൂരിപക്ഷത്തോടു കൂടി നിങ്ങൾ ഒന്നിച്ചുകൊണ്ട്, ഒറ്റക്കെട്ടായിക്കൊണ്ട് അദ്ദേഹത്തെ ജയിപ്പിക്കുമെന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അടുത്ത മണ്ഡലമായ നമ്മുടെ മങ്കടയിലും നമ്മുടെ കബീറിനെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ നിങ്ങളെല്ലാവരും ഇവിടെ രംഗത്ത് ഇറങ്ങണമെന്ന് വിനീതമായി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.
ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, അഭിവാദ്യം.